ഇവിടെ കഴിവുള്ള എത്ര കലാകാരന്മാരാ സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഓടി നടക്കുന്ന, എത്ര ഓഡീഷന് പങ്കെടുത്തിട്ട് സിനിമയിൽ റോള് കിട്ടാത്ത ആളുകൾ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണോ അലനൊരു സിനിമ സാധ്യത വരുന്ന എങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോ കിട്ടിയേക്കാം, പ്രതീക്ഷയിൽ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കുള്ള വൈത്തിരും. അലനെ യൂസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വരാം, മനസ്സിലായോ? ഇപ്പൊ അലനെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ഈ പറഞ്ഞ പല ഷോർട്ട് ഫിലിമും വരുന്നുണ്ട്. അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടാ, അല്ല തന്റെ അഭിനയ മികവുകൊണ്ടല്ല. അത് രണ്ടും രണ്ടാ. സിനിമയിൽ അഭിനയിക്കണം, ബിഗ് ബോസിൽ കയറണം. കാര്യം മനസ്സിലായത് വൈറലായ ഉടനെ തന്നെ സിനിമയിൽ കയറിയ പലരും ഉണ്ട്. ഇപ്പൊ ടിക്ടോക്ക് താരമായ അവർക്ക് കഴിവുണ്ട്. അബു സലീമോ ഈ പറഞ്ഞ പോലെ ടിക്ടോക്കേഴ്സ്, ഫുക്രു, അവർക്കൊക്കെ ഒരു ബൈക്ക് സ്റ്റണ്ട്, കാർ സ്റ്റണ്ട് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വൈറലായി. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടല്ലോ അവിടെ. തനിക്കതില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ മുഖത്തോക്കി പറയില്ല, അത് തന്നോട് സ്നേഹം കൊണ്ടാ പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. താനതെങ്ങനെ കാണിച്ചു തരണം, എന്നെ കൊണ്ട് പറ്റും പറഞ്ഞുകൊണ്ട് മാറ്റി കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഇനി വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിം നല്ല മികച്ച അഭിനയം കാഴ്ചവെക്കി, എന്നിട്ട് അതിന് മറുപടി കൊടുക്ക്, എനിക്ക് അഭിനയിക്കാൻ പറ്റും. അല്ലാതെ താൻ എവിടെ പോയാലും പറയുന്നത് തനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അങ്ങനെയേ പറയുള്ളൂ. അങ്ങനെ ഇരിക്കും താൻ എങ്ങനെ ഒരു സിനിമയിൽ കയറും? ശരിയാ. പണ്ട് പലർക്കും ഇപ്പോ ജയറാം, ദിലീപ്, അങ്ങനെ പലർക്കും പണ്ട് ചെറിയ ചെറിയ സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോ താങ്കൾക്ക് അഭിനയിക്കാൻ പറ്റില്ല നിരാശപ്പെടുത്തിയിട്ട് പതുക്കെ പതുക്കെ കയറി വന്ന അവര്, മനസ്സിലായി. അവരിപ്പോ ടോപ്പിലാണ്. അവരെ പറയാൻ പറ്റും, എനിക്ക് യോഗ്യതയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, അവരൊക്കെ പണ്ട് കുറെ അധ്വാനിച്ചിട്ടാണ് വന്നതും, ജയറാമാണെങ്കിലും ദിലീപായിട്ടാണെങ്കിലും. അപ്പൊ സമയമാകുമ്പോ തൊഴിവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ, മനസ്സിലായി. അതൊന്നാ സമയം അത് ദൈവത്തിന്റെ കയ്യിലല്ലേ, സിനിമക്കാരുടെ കയ്യിലും ഓരോ നമ്മളെ ഒരു അഭിനയൊന്നും ഇല്ല. താൻ എപ്പോഴും അങ്ങോട്ട് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക. താൻ ഇവിടെ വേണം, താൻ പാതി ദൈവം പാതിയില്ല, തന്റെ പാതി ആദ്യം ചെയ്യ്, മനസ്സിലായി. താൻ പാതി ചെയ്യ്. താൻ ഈ തല തെറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തല തെറിച്ചവൻ, തല 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 തെറിച്ചവൻ, ഇതെന്തത് കോപ്രായമല്ലേ? കോമഡി കോപ്രായം എന്ന് തന്നെ പറയാം. അന്നത് കോമഡി ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ല. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാത്തോണ്ടാ. അത് ചിരിക്കുന്ന തന്നെ കളിയാക്കി ചിരിക്കുന്ന കളിയാക്കി ചെയ്യുന്നതല്ലേ അത്. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ വീണ്ടും കോമാളിയാവുക. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ ഷോർട്ട് ഫിലിം കണ്ട് എന്നോട് ദേഷ്യപ്പെടുന്ന പോലെ പലരും ഉണ്ട്, ചിരിക്കുന്ന പലരും ഉണ്ട്. രണ്ട് ക്യാരക്ടേഴ്സാണ് ഇത് കാണുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഇത് കണ്ടിട്ട് കോമഡി പോലെ ചിരിക്കുന്ന ചിരിയായിട്ടാണ് അലന് തോന്നിയത്? ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കളിയൊക്കെ ചിരിക്കുന്നതല്ലേ, അതാ മനസ്സിലാക്കണ്ടേ? എനിക്ക് മനസ്സിലായിട്ടില്ല. തനത് മാറ്റാൻ തയ്യാറാണോ? ഇനി ഇങ്ങനത്തെ കോമാളിത്തരൊന്നും വേണ്ട, നല്ല ഒരു അഭിനയൊക്കെ ഞാൻ കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ മാനസികമായിട്ട്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആളുകളുടെ ഈ കളിയാക്കലും ട്രോളൊക്കെ കാണുമ്പോ നല്ലപോലെ ചെയ്യണം, നല്ലപോലെ റിവ്യൂസിൽ മറ്റേ ട്രോളുകളോടാണല്ലോ കുറച്ചുകൂടി ഏറലായത്. അപ്പൊ അല്ല, താൻ ട്രോളിനെ സ്നേഹിക്കുന്ന ആളാണ്, അതിന്റെ ട്രോളിയും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ട്രോൾ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ നടന്മാരെ വരെ ട്രോളാറുണ്ട്. അപ്പൊ അവരാരും ശ്രദ്ധിക്കാറ് നമ്മളെപ്പോലുള്ളൊരു സിനിമയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരാളെ ട്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ കണ്ടാൽ പോലെ അവർക്കും ട്രോൾ വരുന്നുണ്ട്, സാധാരണക്കാരൻ ട്രോൾ വരുന്നുണ്ട്, മനസ്സിലായോ? നമ്മള് ഹൈപ്പിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, സിനിമയുടെ മുകളിലെത്തിയെന്ന് താഴത്തെത്തിയെന്നും പറയുന്നില്ല.